പ്രേതണ്ടിയാക്കാൻ. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ. സക്കറി സാറേ, അയ്യോ എന്തെങ്കിലും ചെയ്തൊന്ന് രക്ഷപ്പെടുത്ത്. വേഗം വിളിക്ക്, ആൾക്കാരെ വിളിക്ക്, ഓടിച്ചില്ലേ, വേഗം വിളിച്ചു വാ. എന്റെ പൊന്നു പോലെ ചന്ദ്രു സാർ എന്തോ വലിച്ചിട്ട് എന്ത് ചെയ്യാനാ? വേഗമില്ലേ, എങ്ങനെയാലും ഫസ്റ്റ് എയ്ഡ് കൊടുത്തു നോക്ക്. വേഗല്ലേ, ഞാൻ എങ്ങനെ ആരെ വിളിച്ചേ? കൈയും കാലും പരത്തിട്ട് പാടുന്നു. എനിക്ക് മനസ്സിലായടാ. നീ എന്താ അയാളുടെ നെഞ്ചത്ത് പൊറോട്ട അടിക്കണോ? ഇവിടെ BSNL റേഞ്ച് കുറവാടാ. ഹലോ നീ വന്നതിന്റെ കൊണ്ട് ഒരു കാര്യമില്ല ദൈവമേ. അയ്യോ എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്ക്. എന്താണ് വിഷവാതകം ശ്വസിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഒന്ന് വിളിച്ചോട്ടെ. ഒരു മിനിറ്റ് വെയിറ്റ്. അയ്യോ ഇറങ്ങിയിട്ടാണ് ദൈവമേ. എന്ത് ചെയ്യുന്നു? നീയല്ലെന്ന് മൈക്കിൽ അനൗൺസ് ചെയ്ത് പോയി അനൗൺസ് ചെയ്യണം. ഒറ്റ അടിയാ വെച്ചാലോ. പോയി അനൗൺസ് ചെയ്യണം. എല്ലാവരും അനൗൺസ് ചെയ്യണം. എടാ വേഗം പൈലറ്റിന് വിചാരിക്കേ. പൈലറ്റിന്റെ അമ്മയുടെ മോനൊന്നുമില്ല. പോയി വിളിക്കണ തെറ്റി. പോയി വിളിക്കണ. എടാ കിട്ടിയ സമയത്ത് ഞെക്കി ഉള്ള ശ്വാസം കളയില്ലേടാ. ഹായ് ആറ്റ വന്നു. ആറ്റേ എന്റെ ആറ്റേ. അയ്യോ ആറ്റേ ശാന്തന് കാണിച്ച പണി കണ്ടോ? അതിന് വല്ല ആവശ്യം ഉണ്ടാവില്ല. അവൻ ഒരു പ്രാവശ്യം എന്റെ അടുത്ത് പറയായിരുന്നില്ലേ? ഒരു സൂചന നിന്ന് ഞാൻ ഉണർന്നിരുന്നേനെ. നോക്കാട്ടെ മോളെ ഞാൻ കേട്ടുകാരില്ല. കൃത്രിമ ശ്വാസം കൊടുക്ക്. വായുണ്ട് വായുണ്ട് വേണ്ടേ? അച്ഛന്റെ ശ്വാസം ശരിയാവില്ല. അതെ പോലീസ് ഓട്ടി വന്നു. ബാഗ് എടുക്കണോ? കാർബൺ മോണോക്സൈഡ് എന്നാ പറഞ്ഞേ. അതെനിക്കറിയില്ല. ചേച്ചി ഇപ്പൊ ക്വാർട്ടേഴ്സിലാണോ ഉള്ളത്? എന്റെ പൊന്നുമോളെ ആ ഡോക്ടറെ ഇവിടെ ഇട്ട് പരിശോധിക്കാതെ പിന്നെ എത്രയും പെട്ടെന്ന് കൊച്ചിക്ക് കൊണ്ടുപോകാൻ പറ. ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ. ഡോക്ടർക്ക് കാണാൻ എനിക്ക് അവിടെ ശ്വാസം കിട്ടില്ല. ഞാൻ മുമ്പിൽ താക്കോൽ സ്റ്റേഷനിൽ കൊണ്ട് ഒറ്റ ഒരാളായി ഉള്ളിലേക്ക് കടന്ന് പോകരുത്. ആരെങ്കിലും ആ ഡോക്ടറെ പെട്ടെന്ന് വിളിച്ചോണ്ട് റെഡിയായിരിക്കാൻ പറ. ഒച്ചയിട്ട് അവന്റെ ഉള്ള ശ്വാസം കൂടെ കളയല്ലേ. വിഷവാതകമാണ്. കാർബൺ മോണോക്സൈഡ് കലർന്നിട്ടുണ്ട്. ശ്വസിച്ച 4 മണിക്കൂറിനാണ് തട്ടിപ്പോകുന്ന സാറ് തന്നെയാ പറഞ്ഞത്. ഇന്ന് വെളുപ്പിന് എപ്പോഴാണ് വന്ന് എടുത്തോണ്ട് പോയത്. ഓ അപ്പൊ മനഃപൂർവ്വമാണ്. അല്ലാതെ തമാശക്കാരെങ്കിലും ചെയ്യോ? ഒരു മിനിറ്റ്. നിങ്ങളെല്ലാരും കൂടെ അവനെ വിട്ടിട്ട് കൊല്ലാൻ പോണു രാജാവേ. ഡോക്ടർ നോക്കട്ടെ. എന്താ രാജീവേ, എന്തിന്റെ സുഖേടാ അയാൾക്ക്? എനിക്ക് തുടക്കം മുതലേ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തിരുന്നു. മൊത്തത്തിലൊരു കൺസിസ്റ്റൻസി ഇല്ലായ്മ. ഞാൻ ചുരുക്കി പറയാം. പിന്നെ കഴിഞ്ഞ ദിവസം ഇൻസിഡൻസ് മനസ്സിൽ വെച്ചിട്ട് പ്രജുഡിസ്ഡ് ആയിട്ട് ഇത് കേൾക്കരുത്. രാജീവ് പറ. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. സിറ്റുവേഷൻ അതായിരുന്നു. 10-14 വർഷമായിട്ടുള്ള ഒരു അഫയർ അവരുടെ. കർത്താവേ അയ്യോ. ഹൈമ മറ്റൊരാൾ കാരണമാണ് ആ പാവം. അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നിന്ന കഥാപ്രസംഗം പറയാൻ നിങ്ങൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. നിങ്ങൾ അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? ഒന്ന് കൊണ്ടുപോകേ. കഴിഞ്ഞില്ലേ? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു.
വാട്ട് ഹാപ്പൻ? അയ്യോ അളിയ, ഞാനിതെങ്ങനെ സഹിക്കും? എന്നോടൊരു വാക്കുപോലും പറയാണ്ട് നൈറ്റിൽ ഞാൻ കഴിച്ചിട്ടവൻ. അതെ, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ പൂച്ചടാ, ഹെലികോപ്റ്റർ വിളിക്കേ പ്ലീസ്. സാറേ, അയ്യോ, ഞാനിത് സാറ് ബേജാറാണ്ട് അടുപ്പ് വെച്ചോ.